السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. أعوذ بكلمات الله التامات من شر ما خلق. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുമുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമളാനു ശരീഫിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും നമ്മൾ ഇന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളിലൊക്കെ അല്ലാഹുവിലേക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ അടുക്കണം. അല്ലാഹുവിൽ നിന്ന് അകലാതെ അല്ലാഹുവിലേക്ക് കഴിവിൻ്റെ പരമാവധി അടുക്കുക. അല്ലാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ മുമ്പ് മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ നമ്മളെ മജ്ലിസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാരണം അവർ ഈ മജ്ലിസിൽ വന്നുകൊണ്ട് ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ചൊല്ലിയതുപോലത്തെ ഒരു പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകുകയാണ്. ആ പ്രതിഫലം എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും നമ്മളെ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ആമീൻ പറയുന്ന കഴിയുന്ന ആളുകളൊക്കെ കമൻറ്റിൽ ആമീൻ പറയുക, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المدوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർ എന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. സ്വതക്ക കൊടുക്കണം, ദിക്ർ ചൊല്ലണം, ഫാത്തിഹ സൂറത്ത് ഓതണം, ഖുർആൻ ഓതണം. ഇങ്ങനെ അവരുടെ പേരിൽ എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. വൈലാ ഹദ്റത്തി മമ്മാതു മിന്നാ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ മിസ്ൽ സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. പലരുടെയും മാതാപിതാക്കൾ ഖബറിലുണ്ട്, ഭർത്താക്കന്മാർ
ഭാര്യമാര് ഖബറിലാണ്, ഭാര്യമാര് ഖബറിലാണ്, മക്കള് ഖബറിലാണ്, ജ്യേഷ്ഠന്യന്മാര് ഖബറിലാണ്, അയൽവാസികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, അവരെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. എല്ലാ ഇടങ്ങേറുകളും മുസീബത്തുകൾ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ആദ്യമായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ റമദാനു ശരീഫിൽ ധാരാളം അധികരിപ്പിക്കാൻ മഹാന്മാര് പറയപ്പെട്ട അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ പാപങ്ങളൊക്കെ പൊറുക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, 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 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിയാറുകളാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുകയാണ്, അഥവാ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. പല ആളുകളും മനസ്സിലാക്കിയത് പരിശുദ്ധമായ റമളാനു ശരീഫിലെ ആദ്യത്തെ 10 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയണ്ട എന്നാണ്. അങ്ങനെയല്ല എൻ്റെ പ്രിയമുള്ളവരെ. റമളാൻ 1 മുതൽ 30 വരെയും കഴിയുന്ന ആളുകളൊക്കെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന പ്രാർത്ഥനയും പ്രാർത്ഥിക്കണം. കാരണം അല്ലാഹു പരിശുദ്ധമായ റമളാനു ശരീഫിലെ 1-ാമത്തെ രാവ് മുതൽ
30-ാമത്തെ രാവ് വരെ 30-ാമത്തെ ദിവസം വരെ റഹ്മത്ത് ചെയ്യുന്നുണ്ട്. കോടാനകോടി ആളുകൾക്ക് റഹ്മത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് 1-ാമത്തെ പത്തിലും 2-ാമത്തെ പത്തിലും 3-ാമത്തെ പത്തിലും ഒക്കെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയണം. 3-ാമത്തെ പത്തിലും 1-ാമത്തെ പത്തിലും 2-ാമത്തെ പത്തിലും അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കണം. അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, 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 اللهم ارحمني يا ارحم الراحمين، 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 اللهم ارحمني يا ارحم الراحمين. സ്വീകരിക്കണേ അല്ലാ, നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാ. ലക്ഷക്കണക്കിന് കോടാനകോടി ആളുകൾക്ക് ഈ പരിശുദ്ധമായ റമദാനു ശരീഫിൽ നീ റഹ്മത്ത് ചെയ്യുമ്പോ സാധുക്കളായ പാവപ്പെട്ട ഈ ദാറുൽ മുബീൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണ്, നരകത്തിനെ തൊട്ട് കാവല് ചോദിക്കുകയാണ്. പാപങ്ങൾ പൊറുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാ ആളുകൾക്കും അറിയുന്ന ദിക്റാണ്. റമദാൻ 1 മുതൽ നമ്മൾ ചൊല്ലാൻ തുടങ്ങിയതാണ്. ഏതാണത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക
മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ. നരകത്തിന് തൊട്ട് കാവൽ നൽകണേ അല്ലാ, നരകമോചനം നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്റ് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച മഹാന്മാരൊക്കെ അവരെ ജീവിതത്തിൽ പതിവാക്കിയ വളരെ പ്രധാനപ്പെട്ട അല്ലാ അല്ലാ എന്ന് പറയുന്ന ഇസ്മാണ്, ഒരു ദിക്റാണ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥയോടുകൂടെ പറയുക. മജ്ലിസിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറാണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാണ്ട്, അതൊക്കെ മനസ്സിൽ കരുതി അല്ലാഹനെ വിചാരിച്ചുകൊണ്ട് എല്ലാവരും മജ്ലിസിൽ ഇരിക്കുക. അല്ലാഹന്റെ സഹായം ഉണ്ടാവും. അല്ലാഹു സഹായം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാ അല്ലാ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. 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 അല്ലാ അല്ലാ മാഷാ അല്ലാ ലാ
ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹ് അല്ലാഹ് മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല റഹ്മാനെ. ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ലാ ഹൗലയാണ്. ലാ ഹൗല നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്നുള്ളതാണ്. ലാ ഹൗല സ്വർഗത്തിലെ നിധിയാണെന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു. 99 രോഗങ്ങൾക്ക് അത് മരുന്നാണ്. ദാരിദ്ര്യത്തിനുള്ള മരുന്നാണ് ലാ ഹൗല. എന്നും ലാ ഹൗല ചൊല്ലണം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. لا حول ولا قوة إلا بالله العلي العظيم. 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 لا حول ولا قوة إلا بالله العلي العظيم.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സ്വീകരിക്കണേ റഹ്മാനെ, ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ലാ ഹൗലയുടെ ബർക്കത്ത് ഞങ്ങളെ ജീവിതത്തിൽ നിലനിർത്തണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് നമ്മളെ ഹാജത്തുകൾ, ഒരുപാട് ഹാജത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിറവേറാനുണ്ട്. അതിനൊക്കെ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചെല്ലുക. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്ത് 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 اللهم اقض حاجاتنا يا قاضي الحاجات 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 اللهم اقض حاجاتنا يا قاضي الحاجات
اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാ ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അല്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൽക്കർമ്മമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥയോടുകൂടി ചൊല്ലിക്കോളൂ. ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി 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 اللهم صل على النور وأهلي 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മദീന കാണാൻ, മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾക്ക് അല്പം അഫ്ളൽ ദിക്ർ ചൊല്ലി പ്രാർത്ഥനയിലേക്ക് കടക്കാം. അഫ്ളൽ ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാൻ നന്നാകാൻ നല്ലതാണ്. നമ്മളെ ഖൽബ് ശുദ്ധിയാകാൻ അഫ്ളൽ ദിക്ർ നല്ലതാണ്. ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാത്തിഹ നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ട്. ഇനി അല്പം ഖുൽ ഹുവല്ലാഹു സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد. أرحم الراحمين ആയ പരമദയായ കരുണക്കടലായ ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി മനഃപൂർവ്വമായി അറിവില്ലാത്തത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊറുക്കണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ശർറുകളെ തൊട്ടും കാക്കല്ല.
അല്ലാ. ഒരുപാട് രോഗികളുണ്ട്. ഉമ്മാടെ അസുഖം, മക്കളുടെ അസുഖങ്ങൾ, സ്വന്തം അസുഖം, ഇങ്ങനെ ഭാര്യയുടെ അസുഖം, ഭർത്താവിന്റെ അസുഖം, അയൽവാസിയുടെ അടുത്തും കുടുംബക്കാരുടെ അസുഖം, ഇങ്ങനെ പലതും പറഞ്ഞ് അസുഖം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ കൊടുക്കണേ അല്ലാ, ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാ, വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാ, കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഹോസ്പിറ്റലുകൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ് അല്ലാ. ഈ പരിശുദ്ധമായ റമദാനു ശരീഫിൽ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ നീ തുറന്നിരിക്കുകയാണല്ലോ. കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കല്ലാ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള നല്ല മാർഗം നീ തുറക്കണേ റഹ്മാനെ. എത്ര ആളുകളാണ് കടം കാരണം ഉറങ്ങിയിട്ട് ദിവസങ്ങളോളമായി എന്ന് പറഞ്ഞ ആളുകള്, നാട് വിടാണ് ഉസ്താദെ എന്ന് പറഞ്ഞ ആളുകള്, ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകള്, ഈ റമദാനു ശരീഫിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ അവരെ കടങ്ങൾ വീട്ടിക്കൊടുക്കണം അല്ലാ. ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് നല്ല വീട് കൊടുക്കല്ല. ഓലപ്പരയിൽ കഴിയുന്ന ആളുകളുണ്ട്, വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, അവർക്ക് നല്ല വീട് കൊടുക്കല്ല. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. നല്ല ജോലി കൊടുത്താൻ അവളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്ക് കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ദാരിദ്ര്യത്തിനെ തൊട്ട് പട്ടിണിയെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങളെ ഭക്ഷണത്തിൽ നീ വിശാല നൽകല്ല. മക്കളെ ഇല്ലാത്തവർക്ക് സ്വാലീങ്ങളായ മക്കളെ കൊടുക്കല്ല. ഉദ്ദേശിച്ച മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. വിവാഹത്തിനുള്ള സർവ്വ തടസ്സങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. മക്കൾ കാരണം ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. എത്ര ഉമ്മമാരാണ് മക്കളെ ദുസ്വഭാവം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ. ഐക്യമുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാ. സന്തോഷമുള്ള കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കല്ലാ. മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ചെയ്യാല ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾ, ഭാര്യ മക്കൾ, മാതാപിതാക്കള്, കുടുംബക്കാർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് കാക്കല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ലേ റഹ്മാനെ. ഒരുപാട് കാര്യം രോഗശൈലിയിൽ കടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്തും റാഹത്തും നിന്റെ സഹായവും സംരക്ഷണവും നിന്റെ കാവലും കാരുണ്യവും നൽകണേ അല്ലാ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാക്കണേ അല്ലാ. ആരാധനകൾ ചെയ്യാനുള്ള മടികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യമക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, അയൽവാസികൾ, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരെ ഭാര്യ ഭർത്താക്കന്മാര്, കുടുംബക്കാരുണ്ട് റഹ്മാനെ. ഭക്ഷണം തന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര്, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ നീ കാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ റമളാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നടത്തുമ്പോൾ ഞങ്ങൾക്കും ഇടം നൽകണേ അല്ലാ. ഞങ്ങൾക്കും പാപമോചനം നൽകണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, വല്ലുപ്പ വല്ലുമ്മമാര്, ബന്ധപ്പെട്ടവരുണ്ടവരെ ഖബർ വിശാലമാക്കല്ലാ. സ്വർഗത്തിലാക്കി കൊടുക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും നിനക്കറിയാം. എല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ
വഇലൈക അനബിനാ വഇലൈക്കൽ മസീർ. ഞങ്ങളെ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ അല്ലാ. അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആഖിറത്തിൽ ഉന്നത പദവി നൽകണേ അല്ലാ. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.